قالت رب أنى يكون لي ولد ولم يمسسني بشر قال كذلك الله يخلق ما يشاء إذا قضى أمرا فإنما يقول له كن فيكون ويعلمه الكتاب والحكمة والتوراة والإنجيل ورسولا إلى بني إسرائيل قالت مريم ബീവി പറഞ്ഞു റബ്ബി എൻ്റെ രക്ഷിതാവേ അന്നാ യകൂനു ലീ വലദ് എനിക്ക് കുട്ടി എങ്ങനെ ഉണ്ടാകാനാണ് വലം യംസസ്നി ബശർ എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ല قال كذلك الله يخلق ما يشاء അല്ലാഹു പറഞ്ഞു ഇപ്രകാരം അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നതാണ് ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് പറയുക മാത്രമേ ചെയ്യുകയുള്ളൂ കുൻ ആകൂ എന്ന് പറയുക മാത്രമേ ചെയ്യുകയുള്ളൂ ഫയകൂൻ അപ്പോൾ അത് ഉണ്ടായിത്തീരുന്നതാണ് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ അല്ലാഹു ആ കുട്ടിക്ക് വേദം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്, പ്രവാചകീയമായ വിജ്ഞാനങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്, തൗറാത്തും ഇഞ്ചീലും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ എന്നിട്ട് ഇസ്രായേൽ സന്തതികളിലേക്ക് പ്രവാചകനായി നിയോഗിക്കുന്നതുമാണ്. മറിയം അലൈഹിസ്സലാം നല്ല നിലയിൽ ജീവിച്ചപ്പോൾ മലക്കുകളുടെ ഭാഗത്ത് നിന്നും വലിയ സന്തോഷ വാർത്തയുണ്ടായി. അതിലൊരു സന്തോഷ വാർത്ത ഒരു മഹാ വ്യക്തിത്വമായ ഈസാ നബി അലൈഹിസ്സലാം അവരിൽ നിന്നും ജനിക്കുമെന്നതാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും മലക്കുകൾ അറിയിച്ചത് കൊണ്ട് അവർക്കതിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും കേട്ട കാര്യത്തിന്റെ ആശ്ചര്യം കാരണം അവർ അത്ഭുതത്തോടെ ചോദിച്ചു, قالت رب أنى يكون لي ولد ولم يمسسني بشر. മഹദി പറഞ്ഞു, എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകാനാണ്, കുട്ടിയുണ്ടാകാനാണ്? എന്നെ ഒരു പുരുഷനും വിവാഹത്തിലൂടെ സ്പർശിച്ചിട്ടില്ല. ഞാൻ ആരുമായും വൈവാഹിക ജീവിതം നയിച്ചിട്ടില്ല. എന്നെ ആരും ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകാനാണ്? قال كذلك الله يخلق ما يشاء. അല്ലാഹു പറഞ്ഞു, ഇപ്രകാരം അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പഠിക്കുന്നതാണ്, അതിൽ സംശയിക്കേണ്ടതില്ല. ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്,
സക്കരിയ നബി അലൈഹിസ്സലാമിന് കുഞ്ഞു ഉണ്ടാകുന്നതിനെ പറ്റിയും അദ്ദേഹത്തിന് സംശയം വന്നപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ അപ്രകാരം പ്രവർത്തിക്കുന്നതാണ് എന്ന് പറയുകയുണ്ടായി. അപ്രകാരം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സക്കരിയ നബി അലൈഹിസ്സലാമിനെ വാർദ്ധക്യത്തിൽ നിന്നും യുവത്വത്തിലോട്ട് കൊണ്ടുവരാതെ, അദ്ദേഹത്തിന്റെ ഭാര്യയെ വാർദ്ധക്യത്തിൽ നിന്നും യുവത്വത്തിലോട്ട് കൊണ്ടുവരാതെ വാർദ്ധക്യ അവസ്ഥയിൽ തന്നെ കുഞ്ഞിനെ നൽകും എന്നതാണ് ഇവിടുത്തെ ആശയം. ഇവിടെ ഇപ്രകാരം എന്നതിൻ്റെ ആശയം, നിങ്ങൾ വിവാഹമൊന്നും കഴിക്കാതെ, ഒരു പുരുഷനുമായി ബന്ധപ്പെടാതെ അള്ളാഹു നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരുന്നതാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, നേരത്തെ പറഞ്ഞപ്പോൾ യഫ്അലുമായ യശാ എന്ന് പറഞ്ഞു, ഇവിടെ പറഞ്ഞപ്പോൾ യഖ്ലുഖുമായ യശാ എന്ന് പറഞ്ഞിരിക്കുന്നു. ഖുർആനിന്റെ അത്ഭുതകരമായ ശൈലി വിശേഷങ്ങളിൽപ്പെട്ടതാണ്. വൃദ്ധന്മാരായ ദമ്പതികൾക്ക് കുഞ്ഞുണ്ടാകുക അത്ഭുതമാണെങ്കിലും അത് പ്രകൃതിക്ക് എതിരല്ല, സാധാരണ ഉള്ള മനുഷ്യ അവസ്ഥയ്ക്ക് എതിരായ കാര്യമല്ല. പ്രത്യേകിച്ചും ഇന്നും വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും കുഞ്ഞുണ്ടാകുന്നുണ്ട്. എന്നാൽ പുരുഷ ബന്ധമില്ലാതെ കുഞ്ഞ് ജനിക്കുക എന്നത് സാധാരണ പ്രകൃതി നടപടിക്ക് എതിരാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു യഖ്ലുഖുമായ യശാ, അള്ളാഹു ഉദ്ദേശിച്ചത് പടയ്ക്കുന്നതാണ്. ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ ആകൂ എന്ന് പറയും, ഉടനെ അത് ഉണ്ടായിത്തീരും. ആകൂ എന്ന് പറയും എന്നത് ഇത് മുതൽ സാധാരണ ശൈലിയാണ്. പടച്ചവന് ആകൂ എന്ന് പോലും പറയേണ്ട ആവശ്യമില്ല. ഒരു കാര്യം തീരുമാനിക്കും, ആ കാര്യം അങ്ങനെ തന്നെ നടക്കുന്നതാണ്. അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അതേപടി നടക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിലൂടെ ലോകം അറിയണം. അള്ളാഹുവിന് രണ്ട് നടപടിക്രമമുണ്ട്. ഒന്ന്, സബബുകൾ, കാരണങ്ങളിലൂടെ കാര്യം നടത്തൽ. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലൂടെ കുഞ്ഞുണ്ടാകൽ, ഇതും അവരാരുടെയും കഴിവല്ല, അള്ളാഹുവിൻ്റെ ദാനമാണ്. ഇതുപോലെ പടച്ചവൻ ചില കാര്യങ്ങൾ കാരണങ്ങളൊന്നും ഇല്ലാതെയും മാധ്യമങ്ങളൊന്നും ഇല്ലാതെയും അള്ളാഹു നടത്തുന്നതാണ്. അതിൽപ്പെട്ടതാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം. അല്ലാഹു തആല കാരണങ്ങളോടുകൂടിയും കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവനാണ്, കാരണങ്ങളില്ലാതെയും അല്ലാഹു തആല കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവനാണ്. അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിന്റെ, ശക്തി വൈഭവത്തിന്റെ ഒരു നിദർശനമാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം. അല്ലാഹു പറഞ്ഞു, അതുകൊണ്ട് പടച്ചവന്റെ കാര്യം ഇങ്ങനെയാണ്. ഒരു കുട്ടി ജനിക്കുക മാത്രമല്ല, ആ കുട്ടി ഇങ്ങനെ വളരും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബാല്യത്തെ പറ്റിയും അല്ലാഹു പറയുന്നു, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ. അല്ലാഹു ആ കുട്ടിക്ക് കിതാബ് പഠിപ്പിക്കുന്നതാണ്. കിതാബ് കൊണ്ടുള്ള എന്താണ് ഉദ്ദേശം? ഒരു കൂട്ടം മഹാന്മാര് പറയുന്നു, അല്ലാഹു തആല വേദഗ്രന്ഥം പഠിപ്പിക്കുന്നതാണ്. അന്ന് ഏത് വേദമാണോ ഉണ്ടായത്? തൗറാത്ത് പഠിപ്പിക്കുന്നതാണ്. വേറൊരു കൂട്ടം മഹാന്മാര് കിതാബിന് ആശയം പറയുന്നു, എഴുത്തും വായനയും പഠിപ്പിക്കുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അമാനുഷികത എന്നോണം എഴുത്തും വായനയും അല്ലാഹു പഠിപ്പിച്ചില്ലെങ്കിലും എഴുത്തും വായന ഒരിക്കലും ഇസ്ലാം തള്ളിപ്പറയുന്നില്ല. ബാലന്മാരുടെ പ്രധാനപ്പെട്ട ജോലിയാണ് എഴുത്തും വായനയും പഠിക്കൽ.
നിങ്ങളൊരു കുട്ടിയാണെന്നതിന് അടയാളമാണ് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കണം, നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. വായി നോട്ടം, പ്രത്യേകിച്ചും ഇന്നത്തെ മൊബൈൽ നോട്ടം കുട്ടികളുടെ അടയാളമല്ല. പിച്ച വെച്ച് വളരുന്ന കുട്ടിയാണോ, നല്ല ഭാവി സാധ്യതയുള്ള ആളായിരിക്കണമോ, നിരന്തരം എഴുതിക്കൊണ്ടിരിക്കണം, നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഒരു നിബന്ധനയേ ഉള്ളൂ, നല്ല കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കണം, നല്ല കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. പുസ്തകങ്ങൾ, ദീനിയായ കിതാബുകൾ സമൃദ്ധമായിട്ട് അല്ലാഹു നൽകിയിരിക്കുന്നു, അത് വായിക്കും. ഖുർആന്റെ ആശയങ്ങൾ വായിക്കും, ഹദീസിന്റെ ആശയങ്ങൾ വായിക്കും. പ്രത്യേകിച്ചും മഹാന്മാരുടെയും മഹദികളുടെയും ചരിത്രങ്ങൾ വായിക്കും. പ്രവാചകീയമായ വിജ്ഞാനങ്ങളും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കും. മഹാന്മാരായ നബിമാരിലൂടെ കൈമാറി വന്ന വിശുദ്ധ വിജ്ഞാനം, ഇതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്, അല്ലാഹു പഠിപ്പിക്കും. പ്രത്യേകമായും തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കും. തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ടതാണ്. അതിൽ പ്രധാനമായ നിയമങ്ങളാണുള്ളത്, മദനി സൂറത്തുകൾ പോലെ. ഇഞ്ചീൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രത്യേകം ഇറക്കപ്പെട്ടതാണ്. അതിൽ കൂടുതലും ഉപദേശങ്ങളാണ്, മക്കി സൂറത്തുകളെ പോലെ. തൗറാത്തും ഇഞ്ചീലും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത് നല്ല വൃക്ഷമായിട്ട് ആ കുഞ്ഞിനെ വളർത്തും, അള്ളാഹു വളർത്തും. തീർന്നില്ല, വറസൂലൻ ഇലാ ബനീ ഇസ്രായേൽ സന്തതികളിലേക്ക് ദൂതനായി പടച്ചവൻ നിയോഗിക്കുകയും ചെയ്യും. ഈ കുട്ടി വളരും, എന്നിട്ട് വലിയൊരു മഹാപുരുഷനാകും. പടച്ചവന്റെ ഖജനാവിന് അമൂല്യ നിധിയായ പ്രവാചകത്വത്തിന്റെ കിരീടം ധരിപ്പിക്കപ്പെടും. ഇവിടെ ഈ വിശദീകരണങ്ങളിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി ലോകത്ത് രണ്ട് കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന്, യഹൂദികൾ പറയുന്നത് വ്യഭിചാര സന്തതിയാണ്, ഒന്നിനും കൊള്ളാത്തയാളാണ്. രണ്ട്, ക്രൈസ്തവർ പറയുന്നു ദൈവമാണ്, ദൈവപുത്രനാണ്. പരസ്പരം ഒരു നിലയ്ക്കും അടുപ്പമില്ലാത്ത അവർ പോലും ഇന്ന് അധർമ്മത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന കാലഘട്ടമാണ്. ഫലസ്തീനിലെ പാപങ്ങളെ അറുകൊല നടത്തുന്നു, രണ്ടുപേരും കൂടെ കൂടിക്കൊണ്ട്. എന്നാൽ അവർ നല്ല ആളുകൾ ഒരിക്കലും കൂടിയിട്ടില്ല. വേറെ കാര്യം, മുസ്ലിം സമുദായത്തിൽ ഇത്ര പോലും ഭിന്നതയില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഉസ്താദിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ, അനുയായികൾക്ക് അനുയായികളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അല്ലാഹു തആല ഈ വചനങ്ങളിലൂടെ രണ്ടു കൂട്ടം ആളുകളെയും തിരുത്തുകയാണ്. യേശു ഒരിക്കലും വ്യഭിചാര സന്തതിയല്ല, ഒരു മഹദിയിൽ നിന്നും പടച്ചവന്റെ പ്രത്യേക കഴിവോടുകൂടി ജനിച്ച ഒരു മഹാപുരുഷനാണ്. ക്രൈസ്തവ സഹോദരങ്ങളെ തിരുത്തുന്നു, നിങ്ങൾ അമിതമായ രീതിയിൽ പരിധിലംഘനം നടത്താൻ പാടില്ല. മഹാനായ യേശു പടച്ചവന്റെ ദാസനാണ്, ദൂതനാണ്, അതിനപ്പുറം ഒന്നുമല്ല. വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചു. സൂറത്ത് മറിയമിൽ അത് വിശദമായി വിവരിക്കുന്നുണ്ട്. മഹാനവറുകളുടെ ബാല്യം മനോഹരമായി കഴിഞ്ഞു കടന്നു. അള്ളാഹു പ്രവാചകത്വം കൊടുത്തു. അവിടെ വരെയുള്ള ഒരു കാര്യം പറയുന്നില്ല, അടുത്ത വിഷയം പറയുന്നു. അള്ളാഹുവിന്റെ പ്രത്യേകമായ ശൈലി, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക, നീട്ടി വലിച്ച് അവിടെയും ഇവിടെയും പോയി കളിക്കാതിരിക്കുക എന്ന ഖുർആനികമായ ശൈലി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ.